ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കിണ്ണത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ലേശം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നാളികേരപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് ഒരു ഫുള്ള് നാളികേരം നമ്മൾ ചിരവി അടിച്ച് പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ 2 ഗ്ലാസ് പാലുണ്ടായിരുന്നു. അതിൽ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്ത ഗ്ലാസ്സും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി മെൽറ്റായതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വീണ്ടും ആവശ്യത്തിന് പൊടി ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇടാം കേട്ടോ, മധുരം. അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ അപ്പത്തിൽ കടിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാളികേരക്കൊത്ത് വേണം. അപ്പോൾ അത് ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നാളികേരക്കൊത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോ കിണ്ണത്തിലോ നിങ്ങൾക്ക് എന്ത് ഇതിലാണോ ഉണ്ടാക്കേണ്ടത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു കിണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ രസം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ അതിൽ മുകളിൽ പഴം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പഴം കാണാൻ ഒരു ഭംഗിക്കും നല്ല രസമാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ കഴിക്കാൻ കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി അതുപോലെ ഒഴിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒഴിക്കണേ. ഇത്ര തിന്നായിട്ടാണ് കേട്ടോ ഒഴിക്കണുള്ളൂ. ഇനി നമ്മളിത് എല്ലാം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാവുമ്പോൾ ഈ വെള്ള കളറുള്ള അപ്പം നല്ല ബ്രൗൺ കളറിലുള്ള അപ്പമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.